ദൈവത്തെ സമർപ്പിക്കാന്നുള്ളൂ. അല്ല നമ്മൾ ഈ പടം തുടങ്ങുന്നതിന് മുമ്പ് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദൈവവിശ്വാസത്തോടു കൂടി എല്ലാവരും ചെയ്യുന്നത്. ദൈവം കുറിക്കപ്പെട്ടല്ലോ വിധിക്കപ്പെടുള്ളൂ. ഒരു പ്രോഡക്റ്റ് അതിൻ്റെ ഒരു ഫൈനൽ ഫോമിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മളും കൺഫ്യൂസ്ഡ് ആയിരിക്കും അതിൽ ജഡ്ജ്മെൻറ്റുകളിൽ. ഇപ്പം ഡയറക്റ്റ് ചെയ്യുമ്പോഴപ്പോലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യത്തെ ഒരു ചില ഗസ്സുകളെയൊക്കെ അങ്ങനെ വിശ്വസിച്ച് അങ്ങ് പോവാണ് ചെയ്യാറ്. ഒരു പടത്തിൻ്റെ ഒരു അവസാന പ്രോസസ്സൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ആർക്കും ദൈവമേ ഇത് ഈ സീൻ വർക്കാവോ ഇല്ലയോ, അത് എടുത്ത് കളയണോ അതോ എന്നുള്ള ആശങ്കകളൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഞാൻ. എനിക്ക് എന്നെ ഡയറക്റ്റ് ചെയ്യാൻ ഭയങ്കര പാടുള്ള ആളാണ്. അപ്പം എൻ്റെ ഒരു പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ജഡ്ജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പം ഞാൻ അഭിനയിച്ച ഒരു സാധനം ഞാൻ ഷോട്ട് കഴിഞ്ഞിട്ട് ഒരിക്കലും മോണിറ്ററിൽ പോയി നോക്കാറില്ല. കാരണം നോക്കി കഴിഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് പോവാണ് ചെയ്യുക. നമ്മൾ ഒടിഞ്ഞു തൂങ്ങിയിരുന്നിട്ട് വല്ല കാര്യമില്ല. നമ്മൾ വല്ലവരുടെയും പൈസ മേടിച്ച് തിന്നാൻ വന്നാ അല്ലേ? അതെ, അവരുടെ പൈസ കൊണ്ടല്ലേ ജീവിക്കണേ. അപ്പൊ അവര് വന്നു കഴിയുമ്പോഴത്തേനും ആ പൈസ വെച്ച് നമ്മൾ അതിന്റെ പണിയെടുക്കണ്ടേ. ഇറ്റ്സ് എ വെരി കോസി ഇൻഡസ്ട്രി. എവറിബഡി എല്ലാവരും പരിചയമുണ്ട് ഇവിടെ. ആൻഡ് ഐ ഈവൻ നോട്ടിസ്ഡ് ദാറ്റ് ലഞ്ചിൽ എല്ലാവരും ഒന്നാ ഉட்காந்து സാപ്പിടുறது അത് ഇங்கே அந்த കൾച്ചറും ഉണ്ട്. സിനിമാ സംബന്ധമായിട്ട് മനുഷ്യർക്ക് കാണാൻ കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു കഥയും കാര്യങ്ങളും ഒക്കെയാണ് അതിന്റെ സീനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് എന്താണ് ഞാൻ ചെയ്യേണ്ട തൊഴിലാണ്, എന്റെ ജോലി ഇതല്ലേ. അല്ല ഞാൻ ഇന്ന പടം ചെയ്യുള്ളൂ, ഇന്ന ആളുടെ പടം എടുത്ത് എന്റെ വാപ്പ ഓഡീഷനായിരിക്കും, അപ്പൊ ഇതുകൊണ്ട് ജീവിച്ചു വേണം. അപ്പൊ ഏത് പടവും ചെയ്യും. ഞങ്ങൾ ഇവിടെ ഒന്ന് ഡ്രസ്സ് മാറാനായിട്ട് സിനിമയിൽ അയ്യോ എല്ലാവരും കയറി വന്നു എന്നൊക്കെ പറയുന്ന കാലഘട്ടമൊക്കെ മാറി. ഇപ്പൊ അവരതിന് വാടക വെച്ചു. വാടകയല്ല, അവരുടെ കുറച്ചുകൂടെ സൗകര്യങ്ങളൊക്കെ ആയി എന്നുള്ളതേ ഉള്ളൂ. നമുക്കിപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള സൗകര്യമായിട്ട് അതിനെ കൂട്ടിയാൽ മതി. കാരവാൻ ആസ്വദിക്കാൻ തരുന്നതല്ല. കാരവാൻ എന്ന് പറയുന്ന സാധനം ആസ്വദിക്കാൻ തരുന്നതല്ല. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plants നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് കളർഫുൾ സ്റ്റോറീസിൽ ഞാൻ ഇന്നുള്ളത് ഇടുക്കിയിലെ ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. മറ്റെവിടെയുമല്ല, ആയുടെ ലൊക്കേഷനിലാണ്. ഇന്ന് ആയുടെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, ദിലീഷ് പോത്തൻ, ജാഫർ ഇടുക്കി, ദേവദർശിനി, 3 പേര് എത്തിയിട്ടുണ്ട്. ഇവരോട് ഈ സിനിമയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും സ്ട്രൈക്ക് ചെയ്യുന്നത് ഈ സിനിമയുടെ ടൈറ്റിലായിരിക്കും. ഈ 2 അക്ഷരം പഠിക്കാത്തവരായിട്ട് തീർച്ചയായിട്ടും മലയാളികളിൽ ആരും ഉണ്ടാവത്തില്ല. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തത ഉള്ളതുകൊണ്ട് നമുക്കറിയാം ഇതിന്റെ ബാക്കിൽ എന്തോ സംതിങ്, ഒരു സ്റ്റോറി ഉണ്ട്, ഒരു സ്പെഷ്യൽ സ്റ്റോറി ഉണ്ട്. എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു ടൈറ്റിലേക്ക് എത്താനുള്ള ഒരു കാരണം? ദിലീഷേട്ടൻ കണ്ണുകൊണ്ട് കാണിച്ചു, ജാഫ്രിക്ക തുടങ്ങിക്കോ. ഇല്ല, അത് അങ്ങനെ എന്ന് തന്നെയാണ്. ബാക്കി എന്താന്നുള്ളത് എനിക്ക് തോന്നുന്നത് റിലീസൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ധാരണ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പറയാൻ പറ്റുള്ളൂ തോന്നുന്നല്ലേ? അങ്ങനെയല്ലേ? അതെ, ഇപ്പൊ ആ കൊച്ചു പറഞ്ഞപ്പോ തന്നെ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ മറ്റേ അക്ഷരവുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഞങ്ങള് കാണിച്ചു. പിന്നെ അതെല്ലാം തീർച്ചയായിട്ടും അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാം എന്ന് കാണിച്ചു. അതാ അപ്പൊ ഇതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അത് കഴിഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ ഇത് തന്നെയാണോ സിനിമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ കാണുമ്പോ അറിയാൻ പറ്റില്ലേ? അല്ല, അങ്ങനെ സീക്രട്ട് അല്ലേ? അങ്ങനെ രഹസ്യം പറയണ്ട, സസ്പെൻസ് പറയണ്ട. ഒരു സസ്പെൻസും ഇല്ല. പടം കാണുമ്പോഴേ അതിന്റെ അർത്ഥം അറിയാൻ പറ്റുള്ളൂ. ഒന്നും പറയത്തില്ലെന്നാണ് പറയുന്നത്. ഗൂഗിളൊന്നും അടിച്ചാൽ ഒരു മീനിങ് കിട്ടൂല. അത് കിട്ടാത്തോണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് പാടുപെടുന്നു എനിക്ക് തോന്നുന്നു. എന്നാ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ജാഫറിക്കയോട് തന്നെ ചോദിക്കാം. ജാഫറിക്ക ഉള്ള സിനിമയാണെങ്കിൽ, അത് ഹൈ റേഞ്ച് ബേസ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ജാഫറിക്കയുടെ ഒരു സിഗ്നേച്ചർ മാസ് അതിൽ ഉണ്ടാകാറുണ്ട്. ഇതിനകത്തൊരു പഞ്ചായത്ത് മെമ്പർ, ഇതിനകത്ത് നമുക്ക് അതുപോലൊരു മാസ് പ്രതീക്ഷിക്കാമോ? ഒരു പഞ്ചായത്ത് മെമ്പർ, ഒരു ഹൈ റേഞ്ചിലെ പഞ്ചായത്ത് മെമ്പർ ഒന്ന് മനസ്സിലണ്ടേ? പഞ്ചായത്ത് മെമ്പർ എല്ലാം കാണിച്ചു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ പോയി ഇവിടെ പോയി അവിടുത്തെ കാര്യം തിരക്കി ഇവിടുത്തെ കാര്യം തിരക്കി, അവർക്ക് അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു എല്ലാവരും. അങ്ങനെ ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് പുള്ളി നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളീനെ ഈ നാടൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടി പറക്കി നടക്കുന്ന സാറിനെ ഒന്ന് കാണിച്ചു കൂടി നടക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ. ഒരു സാധാരണ നാട്ടും പുറത്തൊരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമ. റിയലിസ്റ്റിക് ആയിട്ടുള്ളതാണെന്ന് ജനമല്ല തീരുമാനിക്കുന്നത്, നമ്മളല്ല, നമ്മൾ കാണുന്നവരാണ് തീരുമാനിക്കുന്നത്. ദിലീഷേട്ടൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണെങ്കിലും അഭിനയിക്കുന്ന സിനിമയാണെങ്കിലും അതിന് തീർച്ചയായിട്ടും ഞങ്ങൾ മലയാളികൾക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അപ്പൊ ആ ഒരു ലിസ്റ്റിൽ ഞങ്ങൾക്ക് ഈ സിനിമയും പ്രതീക്ഷയോടെ ഇരിക്കാമോ? നമ്മൾ ഏത് സിനിമ ഇതിപ്പം ഏത് റോളിൽ ചെയ്യുമ്പോൾ സംവിധാനം ചെയ്യുകയാണെങ്കിലും അഭിനയിക്കുകയാണെങ്കിലും ഒക്കെ ഒരു ക്യാരക്ടർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇത് നന്നാവും ഇത് എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും അതിനെ സമീപിക്കുന്നത്. അതിൻ്റെ ഒരു പിന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്, അതിൽ അഭിനയിക്കുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും അതിനൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ സിനിമകളും അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ഏറ്റവും നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാം. നമ്മൾക്കും
അപ്പോൾ ഒരു പ്രോഡക്റ്റ് അതിൻ്റെ ഒരു ഫൈനൽ ഫോമിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മളും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതിൽ ജഡ്ജ്മെൻറ്റുകൾ ഇപ്പം ഡയറക്റ്റ് ചെയ്യുമ്പോഴപ്പോലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യത്തെ ഒരു ചില ഗസ്സുകളെയൊക്കെ അങ്ങനെ വിശ്വസിച്ച് അങ്ങ് പോവുകയാണ് ചെയ്യാറ്. ഒരു പടത്തിൻ്റെ ഒരു അവസാന പ്രോസസ്സൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ആർക്കും ദൈവമേ ഈ സീൻ വർക്കാവുമോ ഇല്ലയോ, അത് എടുത്ത് കളയണോ അതോ എന്നുള്ള ആശങ്കകളൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഞാനും. എങ്കിലും ഇതും അങ്ങനെ വർക്കാവുന്ന സിനിമയാണെന്ന് കരുതിയിട്ടാണ് ഓരോ സിനിമയിലും നമ്മൾ സഹകരിക്കുന്നത്. അതും അങ്ങനെ ആവുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഈ ഒരു സിനിമയില് ഒരു ലീഡിങ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോ ശരിക്കും ഈ സിനിമയിലെ ലീഡിങ് ക്യാരക്ടർ ദേവദർശന്റെ മാമാണ്. മാഡത്തിന്റെ അല്ല അമ്മിണിയമ്മ എന്ന് പറയുന്ന കഥാപാത്രം. ഈ പടത്തിന്റെ കഥ പറയാനായിട്ട് കവിപ്രസാദും തോമസും കൂടെ വരുമ്പോഴത്തേക്കും, തോമസ് വാസും കൂടെ വരുമ്പം ഇതിൻ്റെ കഥ കേട്ട് ഞാൻ ആദ്യം ചോദിച്ചത് ഈ അമ്മിണിയമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ ആരാണ് ചെയ്യുന്നത്, ആ ക്യാരക്ടർ വർക്കാവേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ആ ക്യാരക്ടറും ഇതിലെ ഒരു ഇവരുടെ അദ്ദേഹത്തിൻ്റെ അല്ല അമ്മിണിയമ്മയുടെ മോളായിട്ട് അഭിനയിക്കുന്ന കൊച്ചുമോളായിട്ട് അഭിനയിക്കുന്ന കുട്ടിയുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ആ ബോണ്ടും ആ റിലേഷനും ആ ക്യാരക്ടറുടെ വിഷനൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ ടോട്ടൽ സോൾ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഒരു ക്യാരക്ടർ സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമാണ്. സ്റ്റീഫൻ ഇവിടെ ഈ പ്രദേശത്തേക്ക് ഒരു ടാറ് പണിക്ക് പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അയാളിലൂടെ അയാൾ മനസ്സിലാക്കുന്ന ഈ നാടും ഈ നാട്ടിലെ ഓരോരോ കഥാപാത്രങ്ങളിലൂടെയും അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്ത് വരുന്നതാണ്. ശരിക്കും സ്റ്റീഫൻ എന്താ പറയുക, ഒരു വിദൂഷകനെ പോലെ ഈ സിനിമയെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോർ കണ്ടൻറ്റിനെ പരിചയപ്പെടുത്തുന്ന ഒരാളെന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ഇൻറ്റൻസിലുള്ള കോറ് അല്ലെങ്കിൽ ആ കോറിലുള്ള പ്ലോട്ട് കിടക്കുന്നതും സാധനം മാഡത്തിൻ്റെ ക്യാരക്ടറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദിലീഷ് ചേട്ടനോട് ചോദിച്ചാൽ ദിലീഷ് ചേട്ടൻ നല്ലൊരു നടനാണ്. അതിനുപരി എന്നോട് ചോദിച്ചാലോ? അല്ല, ഞാൻ ചോദിക്കാൻ പോവാ. നല്ലൊരു നടനാണ്, അതിലുപരി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പൊ ഇതിലൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഡയറക്ടർ ഉണ്ടാവും. ഒരു ഡയറക്ടറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ആയെ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ തീരെ അങ്ങനെ ശ്രമിക്കാറില്ല. ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമകളെയും ഇപ്പം ഞാൻ അഭിനയിക്കുമ്പോൾ ഒരു ആക്ടറായിട്ട് തന്നെ നോക്കി കാണാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറ്. അത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ആ ഒരു ഡയറക്ടറുടെ ആംഗിള് ആ കഥയോ സിനിമയോ നോക്കി കാണാൻ ശ്രമിക്കാറില്ല. കാരണം ഇതെല്ലാം വേറെ വേറെ കാഴ്ചയിൽ കാണേണ്ട കാര്യങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് എന്നെ ഡയറക്റ്റ് ചെയ്യാൻ ഭയങ്കര പാടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ ഒരു പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ജഡ്ജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പം ഞാൻ അഭിനയിച്ച ഒരു സാധനം ഞാൻ ഷോട്ട് കഴിഞ്ഞിട്ട് ഒരിക്കലും മോണിറ്ററിൽ പോയി നോക്കാറില്ല. കാരണം നോക്കി കഴിഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് പോവാണ് ചെയ്യുക. എനിക്കെപ്പോഴും ശരിയായില്ല എന്നേ തോന്നാറുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ പേഴ്സണലി അങ്ങനെ ആക്ടിങ് അങ്ങനെ കോൺഫിഡൻസ് ഉള്ള ഒരാളല്ല. അപ്പോൾ ഞാനതിനെ അങ്ങനെ അല്ല കാണുന്നത്. കാപ്പി വന്നപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ. നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തേക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇടുക്കിയിലെ കവന്ത എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. എന്താണ് ഇങ്ങനെ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ എത്താനുള്ള ഒരു കാരണം? അയ്യോ, ഇതൊക്കെ ഞങ്ങളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളല്ല. ഡയറക്ടറോട് ചോദിക്കാം, ക്യാമറാമാനോട് ചോദിക്കണം. അതിനൊരു എനിക്ക് തോന്നണേ ഇതിൻ്റെ റൈറ്റർ കവിപ്രസാദ് ഈ നാട്ടിലുള്ള ആളാണ്. അപ്പോൾ കവിപ്രസാദ് ഈ കഥ ഈ പ്ലോട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലോട്ട് ഇവിടെ നടന്നതായിട്ടല്ല, ഇതിലെ ഈ സ്ഥലത്തോട്ടാണ് കഥ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രദേശത്തെ ഇവിടുത്തെ ഒറിജിനലായിട്ടുള്ള ഒരുപാട് ആളുകളെയും എടുത്തിട്ടുണ്ട് ഈ കഥയിൽ നിന്നാണ് എനിക്ക്. നിങ്ങളുടെ രണ്ടുപേരുടെയും പല സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇടുക്കി ടച്ച് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ലൊക്കേഷൻ എടുത്തു എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ തന്നെ നിൽക്കണമല്ലോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു ലൊക്കേഷനിലുള്ള ഷൂട്ടും കാര്യങ്ങളും ഈ സിനിമയിലും ഇടുക്കി ബേസ് ചെയ്ത് ഈ ഒരു കവന്ത എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടുത്തെ കാര്യങ്ങളും ഷൂട്ടും മാത്രമല്ല, ഇവിടെ കുന്നും മലയും ഒക്കെ കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു ഭാഗത്തുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ ക്രൂവിന്റെ ഒരു സപ്പോർട്ടും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു? അത് എന്നോടല്ല ചോദിക്കേണ്ടത്, ഈ ചോദ്യം ചോദിക്കേണ്ടത് അദ്ദേഹത്തോടും ചോദിക്കണം. കാരണം വെച്ചാൽ ഞാൻ ഇതുപോലെ മലയിൽ താമസിക്കുന്ന ആളല്ലേ. അപ്പൊ ഞാൻ മല കയറിപ്പോയതും മലയിൽ നിന്ന് ഇറങ്ങിയതൊന്നും എനിക്ക് വലിയ ഫീൽ ചെയ്തിട്ടില്ല. അതിന്റെ ഇത് ആസ്വദിച്ച് ചെയ്ത ഇവരാ, അതൊന്നും ചോദിക്കേ. അല്ല, അടിപൊളിയായിരുന്നു. ഏകദേശം ഒരു മാസത്തോളം ഈ പ്രദേശത്ത് ഇങ്ങനെ താമസിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളൊന്നും ഉള്ളൊരു സ്ഥലമല്ല, കുറച്ച് നാട്ടുകാരേ ഉള്ളൂ. അവരെ ഓരോരുത്തരെയും അത്യാവശ്യം പേഴ്സണലി അറിയാത്ത തന്നെ പറയാം. അപ്പം ഷൂട്ട് പല ടേക്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ മൊത്തം ജാഫർക്കയുടെ പരിചയക്കാരാണെന്നുള്ളൊരു വർത്താനം കേട്ടു. ഒരു ടേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് 5 പേര് വന്നിട്ട് ജാഫർക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ കൈ കാണിക്കുവാണെന്നുള്ളത് കേട്ടു. വരുന്ന വഴിക്ക് കേട്ടോ, എനിക്കറിയില്ല. മൊത്തം പരിചയക്കാരൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നപ്പോ ഈ ടേക്കിന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ മുഴുവൻ ആൾക്കാരാട്ടോ. അവരുടെ കൂട്ടത്തിൽ ഒരാളാന്നേ തോന്നത്തുള്ളൂ. അവിടെ നിന്ന് എല്ലാവരും ഒരുപാട് ബന്ധങ്ങളും പരിചയങ്ങളും ആൾക്കാർ മാത്രമല്ല. ജാഫർക്ക ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ബഹളോ ഒരു സന്തോഷോ ഒരു ജോളി വൈബാണെന്നൊക്കെ കേട്ടു. അല്ല, നാട്ടുകാർ പറയുന്നത്, ഞാൻ പറയുന്നല്ല. അങ്ങനെ വേണം. നമ്മൾ ഒടിഞ്ഞു തൂങ്ങിയിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ വല്ലവരുടെയും പൈസ മേടിച്ച് തിന്നാൻ വന്ന അല്ലേ? അവരുടെ പൈസ കൊണ്ടല്ലേ ജീവിക്കണേ.
അപ്പോൾ അവർ വന്നു കഴിയുമ്പോഴത്തേനും ആ പൈസ വരുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ പണിയെടുക്കണ്ടേ. അപ്പോൾ ഇവിടെ നാട്ടുകാരൊക്കെ ആയിട്ടല്ലേ കൂടുന്നത്. നമ്മളിവിടെ വന്നിട്ട് സിനിമാക്കാരനാന്ന് പറഞ്ഞ് കാലൊക്കെ കെട്ടി വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ അറിയാൻ ഇടിക്കാരെ വീട്ടിൽ പോടാൻ പിന്നെ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നിർത്താം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു വലിയ ഒരു ഗാനമേള ടീമൊക്കെ വരുവാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഈ ജനുവരി 14 എൻ്റെ 29ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അന്ന് ഞാൻ ആ കാര്യം പിന്നെ ആലോചിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകരവിളക്കിന് ഞാൻ എൻ്റെ നാട്ടിൽ നിന്നും കൂടെ കല്യാണം കഴിഞ്ഞിട്ട് കെട്ടാൻ വന്നു. പെണ്ണിനെ വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ തിരിച്ച് അവരുടെ വീട്ടിൽ പോകുന്ന ആൾ അങ്ങനെയുള്ള ചടങ്ങ്. തിരിച്ചു വരുമ്പോൾ ഒരു ട്രൂപ്പ് അങ്ങോട്ട് പോവാ. മറ്റേ വഞ്ചിക്കവരാന്ന് പറയുന്ന വാഴത്തോപ്പ് ഭയങ്കര മകരവിളക്ക് മഹോത്സവം നടക്കുന്ന ശ്രീ ശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിൽ. അപ്പം ഞാൻ ചുമ്മാ ഞങ്ങൾ പോണ വഴിക്ക് ഞാൻ ചുമ്മാ വെറുതെ ഈ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ബാലയുടെ വണ്ടിയായി പോലെ ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് പറ്റിയേക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റേഞ്ചിലേക്ക് ഒരു ഗാനമേളയോ നാടകമോ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ലോ റേഞ്ചിൽ നിന്ന് വരുന്ന അവർക്കൊരു ധാരണയുണ്ട്. അതായത് വളരെ നമുക്ക് സിന്ധു ഒന്നും വേണ്ട, നമുക്ക് അത് മതി, പിന്നെ പ്രകാശ് മെയിൻ ആൾക്കാരെ കൊണ്ടാതെ എന്തേലും കാട്ടി ഒപ്പിച്ചാൽ മതി എന്നുള്ളൊരു ധാരണയിൽ ഇവർ വരും. തട്ടിക്കൂട്ടി വെച്ചാൽ മതി എന്ന് ഓർക്കും. പക്ഷേ ഈ ഇടുക്കിയിലെ ആൾക്കാരുടെ പ്രത്യേകത എന്നാന്ന് പറയുന്നത് ഇവരിവിടെ പ്രോഗ്രാം കുറവായതുകൊണ്ട് തൊടുപുഴ, എറണാകുളം, പെരുമ്പാവൂർ, കോലഞ്ചേരി, ആ മൂവാറ്റുപുഴ ആ ഭാഗത്തൊക്കെ പരിപാടി വണ്ടി വിളിച്ചു വന്ന് കാണുന്ന ആൾക്കാരാ. ആ വണ്ടി വിളിച്ചു വന്നിട്ടേ 4-5 ജീപ്പിൽ ആൾക്കാർ വന്ന് പരിപാടി കണ്ടിട്ട് പോകുന്ന ആ ആൾക്കാരുടെ ഇടയിലേക്കാണ് പോയത്. ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് അദ്ദേഹത്തിൻ്റെ പേര് വന്നതിൻ്റെ പേര് കേട്ട ഒരു ഗാനമേള ട്രൂപ്പിനെ അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ കൊണ്ടിട്ടിരുന്ന ചെറിയ ചിപ്സ് മെറ്റിലില്ലേ അത് ഈ കവറിലാക്കിയിട്ട് സ്റ്റേജിലേക്ക് എറിഞ്ഞ് അന്ന് നടി ശോഭനയുടെ നൃത്തമായിരുന്നു. അപ്പോൾ അവർക്ക് എന്തോ വയറിനെന്തോ കംപ്ലൈൻറ്റോ എന്തോ വന്നിട്ട് 2 ഡാൻസ് കളിച്ചിട്ട് നിർത്തിയിട്ട് പിന്നെ ഒരു ഗാനമേളയ്ക്ക് അത് വല്ലാതെ ആയിപ്പോയി. ആ പരിപാടി പൊട്ടിപ്പോയി. അപ്പം മനസ്സിലായില്ല. അപ്പം അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈ റേഞ്ചിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഞങ്ങളുടെ ഹൈ റേഞ്ച് അങ്ങനെ മോശമൊന്നുമല്ല. കണ്ടോ എല്ലാം അറിയാം, എല്ലാം അറിയാം, എല്ലായിടത്തെ കാര്യങ്ങളും അറിയാം. പിന്നെ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എന്നോടല്ല ഈ വിശേഷം ചോദിക്കുന്നതെന്ന് ഹൈ റേഞ്ചിൽ വന്നവരോടാണ് ചോദിക്കുന്നത്. എന്നാ പിന്നെ തമിഴിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടല്ലോ, അങ്ങോട്ടേക്ക് നമുക്ക് കടക്കാം അല്ലേ? തമിഴിൽ ഒരുപാട് ഹിറ്റുകൾ ചെയ്തിട്ട് ഞങ്ങളുടെ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് ഇതാ ചുവട് വെച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ മലയാളികളുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ലതായിട്ടുണ്ട്. അതങ്ങനെ ആയിരിക്കും, ഞങ്ങൾക്കറിയാം. ആദ്യത്തെ മറുപടി അതായിരിക്കും. ലൊക്കേഷൻ, ഫുഡ്, ആட்கள் எல்லாம் வந்து ரொம்ப പ്ലസന്റ് ആയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും, അതായത് ഞങ്ങളുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, മറ്റ് ഇൻഡസ്ട്രികളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ മലയാളം ഇൻഡസ്ട്രി എന്നാന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പരിഗണനയും റെസ്പെക്റ്റ് ഒക്കെയാണ് കുറെ അഭിനേതാക്കൾ പറയുന്നത് കേൾക്കാം. എങ്ങനെയുണ്ട് തമിഴിൽ നിന്ന് മലയാളത്തിൽ വന്നിട്ട് ഞങ്ങൾ മലയാളി ആക്ടേഴ്സിന്റെയും ക്രൂവിന്റെ ഒക്കെ ഒരു ട്രീറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഇറ്റ്സ് എ വെരി കോസി ഇൻഡസ്ട്രി. എവറിബഡി എല്ലാവരും പരിചയമുണ്ട് ഇവിടെ. ആൻഡ് ഐ ഈവൻ നോട്ടിസ്ഡ് ദാറ്റ് லஞ்சில் எல்லாரும் ஒன்றா உட்காந்து சாப்பிட்றது அது இங்கே அந்த கல்ச்சர் உண்டு. அண்ட் அந்த ரொம்ப ஹெரார்கிஸ் கிடையாது இந்த இண்டஸ்ட்ரியில் as far as I see. എല്ലാവരും ഒരുപോലെ, എല്ലാവരും സെയിം അതുപോലെ ഉണ്ട്. ഹാപ്പി ആയിട്ട് ഒരുപോലെ ഈക്വൽ ആയിട്ടുള്ള ഒരു ഈക്വാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ജാഫർക്ക് ഇങ്ങനെ പല ഇന്റർവ്യൂസിലും ചില ആക്ടേഴ്സ് ഒക്കെ പറയുന്ന കേൾക്കാം, മുമ്പ് നമുക്ക് ഈ കാരവാൻ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അപ്പൊ നമ്മൾ എല്ലാവരും കുറെ കൂടെ ക്ലോസ് ആയിരുന്നു, എൻറ്റയർ ക്രൂ ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെയുള്ള കാരവാൻ അത് ഇതൊക്കെ വേണം കേട്ടോ, വേണ്ടെന്നല്ല പറഞ്ഞു വരുന്നത്, അതൊക്കെ വന്നു കഴിഞ്ഞപ്പോ കുറെ കൂടെ പഴയ ഒരു വൈബൊക്കെ പോയി, എല്ലാവരും ഓരോരോ പേഴ്സണൽ സ്പേസിലേക്ക് ചുരുങ്ങി, പഴയ ഒരു എന്റർടൈൻമെന്റ് ഇപ്പൊ നമുക്ക് അത് കാരണം ലൊക്കേഷനിൽ കിട്ടണില്ല എന്നൊക്കെ ഇങ്ങനെ ഓരോ ആക്ടേഴ്സ് ഒക്കെ പറയുന്നത് കേൾക്കാം ഒരു ഇന്റർവ്യൂലൊക്കെ. അല്ല എത്രത്തോളം വാസ്തവമുണ്ട്? വാസ്തവല്ലേ, വാസ്തവം എന്ന് പറഞ്ഞാൽ ഇത് കാരവാൻ ആസ്വദിക്കാൻ തരുന്നതല്ല. കാരവാൻ എന്ന് പറയുന്ന സാധനം ആസ്വദിക്കാൻ തരുന്നതല്ല. ഇപ്പം നമ്മളൊരു പൊതു സ്ഥലത്ത് ഒരു പരിപാടി നടക്കുന്ന നേരത്ത് കക്കൂസ് കൊണ്ട് പിടിപ്പിക്കാറുണ്ട് ഇല്ലേ? നേരത്തെ കക്കൂസ് പിടിപ്പിക്കാറില്ലേ? പൊതു സ്ഥലത്തൊരു പരിപാടി നടക്കുമ്പോഴത്തേനും റെഡിമെയ്ഡ് കക്കൂസ് വരുന്നില്ലേ? അതുപോലെ നമ്മൾ വേറൊരു പടത്തിനകത്ത് പഴയ പടങ്ങളിലെന്ന് പറഞ്ഞ പോലെ നാരകത്തിൻ്റെ ഓടോ അല്ലെങ്കിൽ വാഴയുടെ ഓടോ അല്ലെങ്കിൽ അതൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു കസേര ഇട്ടിട്ട് എല്ലാ നടന്മാരും ഒക്കെ മറ്റേ മെയിനായിട്ടുള്ള ആൾക്കാർ ഒരു സ്ഥലത്തിരിക്കും, പിന്നെ കുറേ ആൾക്കാരിങ്ങനെ അങ്ങനെയൊക്കെ മാറി ഇരുന്നുള്ള തണലത്തൊക്കെ ഇരിക്കുന്നൊരു സമ്പ്രദായമായിരുന്നു. ഇപ്പോൾ പൊതുവായിട്ടെന്ന് പറഞ്ഞൊരു വീടൊക്കെ ആൾക്കാർക്ക് പെട്ടെന്ന് തരാനൊക്കെ പാടാം. ഇപ്പോൾ പള്ളി, ചർച്ചൊന്നും ഇപ്പോൾ ഷൂട്ടിന് വരികയില്ല, ഭയങ്കര പാടാണ് ഇതൊക്കെ തരാനുണ്ട്. അത് സിനിമയെക്കുറിച്ച് ആൾക്കാർ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും
അങ്ങനെ ഒരു പെട്ടെന്ന് ചെന്നിട്ടൊരു വീട്ടിലേക്ക് പണ്ട് സിനിമയെക്കുറിച്ച് ചോദിക്കാൻ ചെന്നേ, ചേട്ടാ ഞങ്ങളിവിടെ ഒന്ന് ഡ്രസ്സ് മാറാനായിട്ട് സിനിമയിൽ, അയ്യോ വാ എല്ലാവരും വാ കയറി വന്നോ എന്നൊക്കെ പറയുന്ന കാലഘട്ടമൊക്കെ മാറി. ഇപ്പം അവരതിന് വാടക ചോദിച്ചോളൂ. വാടകയല്ല, അവരുടെ കുറച്ചുകൂടെ സൗകര്യങ്ങളൊക്കെ ആയി എന്നുള്ളതേ ഉള്ളൂ. നമുക്കിപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള സൗകര്യമായിട്ട് അതിനെ കൂട്ടിയാൽ മതി. പിന്നെ സ്വകാര്യത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സിനിമയിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയൊന്നുമല്ല. ഇപ്പം നമ്മൾ എല്ലാ മേഖലയിലും എല്ലായിടത്തും ഇത് തന്നെയാണ്. പണ്ട് ഓഫീസുകളിൽ എല്ലാവരും കൂടെ ലഞ്ചിന് ഒരുമിച്ചായിരിക്കുന്നതെന്ന് കരുതി അല്ലെങ്കിൽ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന പോലെ ഒരു മേഖലയിൽ ഒരു പരിപാടിക്ക് അതില്ല. എല്ലാവരും അവരുടെ ഫോണുകളിലേക്കോ അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളിലേക്കോ ആ കാലഘട്ടത്തിനനുസൃതമായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് റിയാലിറ്റിയാണ്. അങ്ങനെ പേഴ്സണൽ സ്പേസിലേക്ക് പോകുന്നു. അത് സിനിമയിൽ മാത്രം ഉണ്ടായിട്ടുള്ള മാറ്റമൊന്നുമല്ല. എല്ലാവരും തരം കിട്ടിയാൽ അവനവൻ്റെ സ്വകാര്യതയിലേക്ക്, കാരണം അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് അവരവരുടെ സ്പേസ് അത് ഏറ്റവും നല്ല. ഏത് വീട്ടിലും പണ്ടത്തെ പോലെയല്ല, എല്ലാവരും വളരെ പേഴ്സണൽ ആയിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള മാറ്റം തന്നെയാണ് ഇപ്പോൾ സിനിമ സെറ്റിലും സംഭവിച്ചിരിക്കുന്നത്. അല്ലാണ്ട് സിനിമ മാത്രമായിട്ടൊന്നും സിനിമ മാത്രമായിട്ടൊന്നും സംഭവിക്കില്ലെന്നേ. സമൂഹത്തിലെ മാറ്റം ഉണ്ടാകുന്നത്. സിനിമ സമൂഹത്തിന്റെ ഭാഗമാണല്ലോ, അപ്പോൾ അവിടെ ഉണ്ടാവുക മാറ്റം. ഇനി ഞാൻ വേറെ ഇപ്പോൾ നമ്മുടെ പല സിനിമകൾ ഇറങ്ങുമ്പോൾ, ഞാൻ ആക്ടർ എന്ന നിലക്കല്ല ദിലീഷേട്ടനോട് ഞാൻ ചോദിക്കുന്നത്, ഒരു ഡയറക്ടർ എന്ന നിലക്ക് പല സിനിമകളും ഇറങ്ങുമ്പോൾ നമുക്കറിയാം ഒരു സിനിമ അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ അതിന്റെ റിലീസ് വരെ എത്തിക്കുമ്പോൾ ഒരു ഡയറക്ടറിന്റെ ആക്ടേഴ്സിന്റെ ഓൾസോ, പക്ഷെ ഡയറക്ടറിന്റെ മനസ്സിലുള്ളൊരു അവളുടെ എല്ലാമാണ് ഒരു സ്വപ്നമാണ് ഒരു സ്റ്റോറി എത്തിക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ പല സിനിമകളും ആ റിലീസിന് അവിടെ എത്തിക്കഴിയുമ്പോൾ പലതരത്തിലുള്ള പ്രൊമോഷൻസ് നമ്മൾ നടത്താറുണ്ട്. പക്ഷെ കുറേ ആൾക്കാർ ഇപ്പോൾ വന്ന് തിയേറ്ററിൽ പല രീതിയിൽ അവർ പേഴ്സണലി പല രീതിയിലുള്ള പ്രൊമോഷൻസ് നടത്തുന്ന നമ്മളിപ്പോൾ കാണാറുണ്ട്. ചിലപ്പോൾ അവർ സെലിബ്രിറ്റി സ്റ്റാറ്റസിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇത് സിനിമ കാണാൻ വരുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ നോക്കിയിട്ട് കാണാൻ പോകാനായിട്ടിരിക്കുന്ന ആൾക്കാരെയും ഒക്കെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തരത്തിലേക്ക് ഇപ്പോഴത്തെ കുറേ ആൾക്കാരുടെ പ്രകടന രീതികൾ മാറുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. എല്ലാ കാലത്തും സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നതിന് ഓരോ തലങ്ങളുണ്ടാവുന്നല്ലോ. അതിങ്ങനെ വേറെ കാഴ്ചേനോ സിനിമേനോ ഒന്നും അത് ബാധിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ജാഫർക്ക് ഇപ്പം ഞാൻ കാലക്രമത്തിൽ അത് കുറയുകയോ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടം റിലീസിനൊക്കെ ഇപ്പോൾ രജനീകാന്തിൻ്റെ ഒരു പടം ഒരു 10-20 കൊല്ലം മുമ്പ് റിലീസ് ഇതിനും സെലിബ്രേഷൻ ആയിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്. അത്ര ആഘോഷമായിരുന്നു. ഒരു 20 കൊല്ലം മുമ്പത്തെ ഒരു സൂപ്പർ സ്റ്റാർ പടത്തിൻ്റെ റിലീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ബഹളമാണ്. അത് ഈച്ച് ആൻഡ് എവറി തിയേറ്ററിൽ, അല്ലാണ്ട് ഒരു മേജർ സ്റ്റേഷനിൽ മാത്രമല്ല അല്ലേ. പിന്നെ അതൊക്കെ ഒരു സിനിമയിൽ കാണിച്ചിട്ടില്ലേ? ഏതൊരു സിനിമയിൽ ലാലേട്ടനും മറ്റേ അങ്ങേരും കൂടി ടിക്കറ്റ് എടുക്കാനായിട്ട് വലിയ വിഷയം ഉണ്ടാകും. അത് ഉണ്ടായിരുന്ന ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ആളുകൾ ഭയങ്കര ഇടിച്ചു കയറും. പക്ഷെ അന്നത്തെ വൈബൊന്നും ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ ആരും അതൊന്നും സിനിമയുടെ കാഴ്ചയെ ഒന്നും ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. നമ്മൾ നല്ലത് ചെയ്താൽ തീർച്ചയായിട്ടും ജനങ്ങൾ സ്വീകരിക്കും. പടം നല്ലതാണെങ്കിൽ രണ്ടാമാരും ഇറങ്ങി കഴിഞ്ഞാൽ ചെണ്ടയും കൊട്ടിക്കൊണ്ട് വണ്ടിയായിട്ട് ഭയങ്കരമായിട്ട് പിള്ളേരും ഒക്കെ ആയിട്ട് പോണ ചരിത്രമൊക്കെ ഇല്ലേ? ആ രണ്ടാം വാരത്തിനാ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ഒന്നും ഇല്ലല്ലോ, ഇല്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നടന്മാരുമാണ്. 4 പിള്ളേർ കൂടിയ സിനിമയാണ്. എല്ലാ പിള്ളേരും ഭയങ്കര കഥ നല്ലതാണോ, നല്ല റൂട്ടാണോ, ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു മാക്സിമം പിള്ളേരൊക്കെ കയറി കാണും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോ ഇതൊക്കെയാണ് സിനിമ നന്നാകുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്. സിനിമ നല്ലതാണെങ്കിൽ ഓടും. അതാണ് അതിന്റെ റിയാലിറ്റി. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ജാഫറിക്കാനെ നമുക്ക് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ജാഫറിക്കായെ ദിലീഷ് ഏട്ടൻ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ട്. ഒരു കോ ആക്ടറായിട്ട് നിൽക്കുമ്പോഴും ഡയറക്ടറായിട്ട് നിൽക്കുമ്പോഴും ജാഫറിക്കയുടെ കൂടെയുള്ള രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ പറയാം. ഇപ്പം ഡയറക്ടറായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ജാഫറിലെ ആക്ടറെ മാത്രമേ ഞാൻ കാണാറുള്ളൂ. ജാഫർ എന്ന് പറയുന്ന പേഴ്സണെ ഞാൻ തീരെ കാണാറില്ല. അത് എന്റർടൈൻ ചെയ്യിക്കാറുമില്ല, അല്ലെങ്കിൽ ചെയ്യിക്കാറോ ഇല്ല. ജാഫറിന്റെ ഒരു കോമഡി ഞാൻ ആസ്വദിക്കാറില്ല. ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ഇപ്പം ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഇപ്പം എൻ്റെ ഒരു പ്രോസസ്സും അങ്ങനെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെയായിരിക്കും എന്നെ കാണുന്നത്. പക്ഷേ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആയിരിക്കും, കുറച്ചും കൂടെ സമയമുണ്ട്. അപ്പോൾ ഈ പടത്തിൽ കുറേ സ്ക്രീൻ സ്പേസ് ഞാനും ജാഫറും ഒരുമിച്ച് ഉള്ള സ്ക്രീൻ സ്പേസ് കുറച്ചുണ്ട് പടത്തിൽ. ഞാൻ ഏറ്റവും കൂടുതൽ ഈ പടത്തിൽ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്ന ജാഫറുമായിട്ടാണ്. അപ്പം ആ ഒരുമിച്ചുള്ള ഒരു ആക്ടർ എന്ന നിലയിൽ ഇപ്പം ജാഫറിനെ ഇനിയിപ്പം ഞാൻ അടയാളപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ജാഫർ അത് ഓൾറെഡി മലയാളത്തിൽ അങ്ങനെ പ്രൂവ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആക്ടേഴ്സിൽ ഒരാളാണ് ജാഫർ ഇടുക്കി. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ പെർഫോം ചെയ്യുമ്പോഴുള്ള വൈബ് കിട്ടും. അതുകൂടാതെ തന്നെ അതിൻ്റെ ഗ്യാപ്പുകളുടെ ഇടവുകളിൽ ഇപ്പം ഇടുക്കിയെക്കുറിച്ചായാലും ഇവിടുത്തെ നാട്ടുകാരെക്കുറിച്ചായാലും ജാഫറിൻ്റെ ജീവിതത്തിലെ പല കഥാപാത്രങ്ങളെക്കുറിച്ച്, മീൻസ് ആളുകളെക്കുറിച്ച് ഒരുപാട് പഴയ കഥകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫർമേറ്റീവ് എന്ന് ഞാൻ പറയും. പഴയ ഒരുപാട് കാര്യങ്ങൾ
ജാഫറിന്ന് നാവാണല്ലോ ഇടുക്കിയെ പറ്റി പറയുമ്പോൾ ഇടുക്കിന്നൊന്നും അല്ലല്ലോ, എന്ത് വിഷയത്തെ കുറിച്ച് പറഞ്ഞാലും ജാഫർ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ഞങ്ങള് തമ്മിലുള്ളൊരു ബന്ധമൊക്കെ ഒന്ന് ചോദിച്ചേ. പറ, അതൊന്നും വേറെ തന്നെയാണെന്നാണോ? അല്ലല്ല, അതൊരു വല്ലാത്ത സംഭവം. അതായത് ഒരു 15 കൊല്ലമായി കാണും. ഒരു 15 കൊല്ലത്തിന് മുകളിലാവുള്ളൂ. കാര്യം വെച്ചാൽ എൻ്റെ കലാഭവമണി നായകനായ പടം ഇല്ലേ, ചാർസോബീസാണ്. ചാർസോബീസ് എന്ന് പറയുന്ന പടം നമ്മുടെ വാഴക്കാല എന്ന് പറയുന്ന അത് വാഴക്കാല ഒരു വിറ്റുപോകാത്ത ഒരു പണി തീരാത്തൊരു ഫ്ലാറ്റിൻ്റെ മുകളിൽ ഇപ്പോഴും അത് പണി തീർന്നിട്ടില്ല, അങ്ങനെ കിടക്കാതെ പണിയൊന്നുമില്ല. അതിൻ്റെ ടോപ്പിലാണ് ഫൈറ്റ് സീൻ നടക്കുക. ഞാൻ എൻ്റെ മണിയുണ്ട്, ഞങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് സാറും ശ്യാം പുഷ്കർ സാറും കൂടി ഓർക്കണല്ലോ, ശരിയല്ലേ? അന്നൊരു വാക്കൊക്കെ പറഞ്ഞു, ഞാൻ പറയാ, അന്ന് ഇവര് 20 കൊല്ലത്തോളായിട്ടാണ് പാന്റും ജീൻസൊക്കെ ഇട്ടിട്ടേ, ജീൻസും പാന്റൊക്കെ വലിയ പ്രായമൊന്നുമില്ലു, അതേ ഉള്ളൂ. അപ്പൊ ഇവര് രണ്ടും വന്നു. അപ്പൊ എനിക്ക് ഇവരെ അറിയില്ലല്ലോ, അറിയില്ല. ഇവര് ശരിക്കും മണീനെ കാണാൻ വന്നാണ്. മണി കണ്ട് എന്തോ സിനിമയുടെ കാര്യം സംസാരിക്കണം, അന്ന് തുടങ്ങിയിട്ടുള്ളതാണല്ലോ. ആ പറഞ്ഞ ഈ മണി ഇറങ്ങിപ്പോയത് ഇവര് കണ്ടില്ല. ഈ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് 10-30 നിലയുള്ള ഫ്ലാറ്റില്ലേ, അതിൽ നിന്ന് മണി ഇറങ്ങി ഇതിലൂടെ കടന്നു പോയ വഴി മാറിപ്പോ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യിക്കുമ്പോൾ ഞാൻ വന്ന് ഇവരുടെ ഫ്രണ്ടിൽ ചാടി. എന്നിട്ട് വേണം മണി എന്ത് ചോദിച്ചാൽ മണി പോയല്ലോ, മണി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, ഇവർക്ക് കാണാൻ പറ്റില്ല. അന്നിങ്ങനെ കണ്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്, ഓർക്കണം. അപ്പൊ ഞങ്ങൾ ചെറിയ പടം ചെയ്യണം, നമ്മളോട് സഹകരിക്കണം കൊണ്ടുവന്നു പറഞ്ഞത് ചെറിയ അമ്മ. അതിനുശേഷം പിന്നെ ഞാൻ എന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഉണ്ടാക്കിയൊന്നും പറയാൻ പറ്റില്ല. അന്ന് 20 കൊല്ലം മുമ്പ് അങ്ങനെ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു 6-7 വർഷം മുമ്പ് കോള് വരുന്നു, ചെല്ലുന്നു. മഹേഷിൻ്റെ പ്രതികാരത്തിൽ എനിക്കൊരു ഉഗ്രം വേഷം തരുന്നു, മനസ്സിലായില്ലേ? അപ്പം ഇവരുമായിട്ട് അങ്ങനെ. അപ്പൊ എന്നോട് പറഞ്ഞിരുന്ന കഥയാണ് അന്ന് പറഞ്ഞ ആണോ ഇവര് ചെയ്തതെന്ന് എനിക്ക് അറിയാനും പാടില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധം, മനസ്സിലായി? അന്ന് വിളിച്ച് ഇവര് ചെന്ന് കഴിയുമ്പത്തേനും അന്ന് സാറ് തന്നെ ഇക്ക അവിടെ മറ്റേ വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് പിന്നെ അത് പരിചയം പുതുക്കണേ. അങ്ങനെയാണ് കട്ടപ്പന ഋത്തിക് റോഷൻ എന്ന് പറയുന്ന, സോറി അത് രണ്ടാമത്തെ ഞാൻ വന്നത്. ഈ മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ഇടകാലം കൊണ്ടൊന്നും മാറിയിരിക്കണമെന്നും അത് പിന്നെ അവിടെ ഇന്റർവ്യൂ പറയാം. അതെനിക്ക് വല്ലാതെ എനിക്ക് ഫീൽ ചെയ്ത പടം, എനിക്കൊരു ഗുണമായ പടം അത്. എല്ലാവരും അതിനെക്കുറിച്ച് സംസാരം, പലയിടത്തും കോളൊക്കെ വരുന്ന സമയത്ത് എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അത് പിന്നെ പറയാം. ആ പടമാണ് എന്നെ അങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഉണ്ടെന്നേ എന്നെ വിശേഷം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ സമയത്താണ് ഒരു അച്ഛൻ കഥാപാത്രം, അതുപോലെ മെയിൻ നടിയുടെ അച്ഛനൊക്കെ ആയിട്ട് എന്നെ എടുത്തിട്ട് വലിയ സംഭവം എനിക്ക്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഞാനാണ് നന്ദി പറയേണ്ടത്. ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ജാഫർ അത് ചെയ്തു തന്നു. അപ്പൊ ഞാനാണ് താങ്ക്സ് പറയേണ്ട ക്യാരക്ടറെ. അല്ല, അവിടെ നിന്ന് എന്റെ ഒരു വേറെ മാറ്റത്തിനെ കുറിച്ച് ജാഫറിന്റെ കോൺട്രിബ്യൂഷൻ. ഇപ്പൊ ഞാൻ പറയുന്നത് ഈ സൗമ്യയോട് സംസാരിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ജാഫർ എന്നോട് ചോദിച്ചതാണ്. അപ്പം അതെൻ്റെ ഒരു സജഷൻ അല്ല, ജാഫറിൻ്റെ തന്നെ സജഷനാണ്. ഞാൻ പറയുന്നതിനിടയ്ക്ക് ഈ പയറിൻ്റെ വള്ളി ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്, ഞാനിതൊന്ന് ഫിറ്റ് ചെയ്തുകൊണ്ട് പ്രസന്റ് ചെയ്യട്ടെ എന്നൊക്കെ ഞാൻ ചോദിച്ചു സാറിനോട്. അതിനറിയാം എനിക്കവിടെ അന്ന് ഞാനെങ്ങനെ എനിക്ക് അങ്ങോട്ട് പറയണ്ടേ, എനിക്ക് അവിടെ ഒരു കാരണവർ ചെയ്യണ എന്നാ വന്നിട്ട് വല്ലും വെച്ചോണ്ട് വന്നിട്ട് ഇനി പയറ് കയറ്റി വിടാം, അവിടെ നിന്ന് 2 പള്ള പറിക്കാം, പിന്നെ അലക്ക് വെള്ളം വേണമെങ്കിൽ ഇങ്ങനെ തൂത്തൊരു ഓവുണ്ടാക്കി വിടാം, കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പൊ ഇവര് ചിന്തിച്ചേക്കുന്ന എന്നാ അവിടെ കയറിയൊക്കെ കൈ കടത്താറ ഒന്നും പറ്റൂല്ലോ നമുക്ക്. എന്നിട്ട് ചോദിച്ചു ഈ പയറിന്റെ വെള്ളം ഒന്ന് കയറ്റി വിടാം, അത് എന്നാണ് ഇക്കാടെ പോലെ ചെയ്തോ ഇക്കാന്ന് പറഞ്ഞ് ധൈര്യം തന്നില്ലേ. ആ ധൈര്യ സിനിമ കൊണ്ടുപോയത്, എന്റെ ഭാവം കൊണ്ടുപോയത്, മനസ്സിലായില്ലേ? അതായിരുന്നു. അപ്പൊ അങ്ങനെ പോയി എന്തൊക്കെ ചെയ്യാം. മറ്റേ ആ പേരയ്ക്ക ആ കൊച്ചു വെള്ളം കഴിയും കൂടി ഒരു പേര് പറയും ഓടിക്കണല്ലേ, ഞാൻ ചോദിച്ചിട്ട് ചെയ്താന്നേ. പിന്നെ നമ്മൾ ചോദിക്കില്ല, ഡയറക്ടറോട് ചോദിക്കണം. നമ്മൾ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ അന്തം വിട്ടിരിപ്പുണ്ട് കേട്ടോ. നമ്മൾ വൻ ചർച്ചയിൽ ഇവർ രണ്ടുപേരും പെട്ടെന്ന് അറിയാതെ സ്റ്റോറിയിലേക്ക് പോയി. ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് തിരിച്ചു ചെന്നപ്പോ ചെന്നൈയിലുള്ളവരൊക്കെ ജാഫർ സർ പേശുമ്പോൾ ഐ കോൺസെൻട്രേറ്റ് നമ്മളങ്ങനെ കേട്ടിരുന്നു. വിജയം കേട്ടോ, നമ്മളങ്ങനെ ഭയങ്കര കോട്ടയം ഇടുക്കിക്കാരല്ലെങ്കിൽ ഇത്തിരി സ്പീഡാണ്. ജാഫർക്ക് എസ്പെഷ്യലി കുറച്ചുകൂടെ സ്പീഡാണ്. കുറെ ഉണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞു തീർക്കണ്ടേ. അപ്പൊ ഇങ്ങോട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ നമ്മളൊന്ന് ലോക്കായി പോയി.
ഇവിടുന്ന് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് തിരിച്ച് ചെന്നൈയിലേക്ക് ചെന്നപ്പോ എന്താ എല്ലാവരും ഒക്കെ ചോദിച്ചു, കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കാണുമല്ലോ നമ്മുടെ ഇൻഡസ്ട്രിയെ പറ്റിയും മലയാളം സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ തരാമോ, ഞങ്ങളൊന്ന് അരി മേടിച്ചോട്ടെന്ന് പറഞ്ഞു സിനിമ മലയാളത്തിൽ പോയിട്ട് കുറച്ച് പൈസ ഒക്കെ കിട്ടി കാണുമല്ലേ? இல்ல they have ஒரு ஐடியா உண்டல்ல இண்டஸ்ட்ரி எப்படி இருக்கும் அப்படின்றது ஒரு ஐடியா இருக்கு. எனக்கு பர்சனலி ஐ மிஸ் த லொகேஷன் பிகாஸ் இன் சென்னை மோஸ்ட்லி வி ஷூட் இன் செட், இல்லைன்னா ஒரு வீடு, இல்லைன்னா வி வில் எதா அவுட்டோர் போகும்போது தான் வி ஷூட் இன் நேச்சர். பட் இந்த படம் எனக்கு பர்சனலா இட் வாஸ் ஆல் இன் நேச்சர். இன்டோர் சீன்ஸ் വളരെ കമ്മി, കുറവ്, எல்லாமே எக்ஸ்டீரியர் சீன்ஸ். ஸோ I enjoyed the nature and I enjoyed the location. இதுக்கு முன்னாடி കേരളത്തിൽ വന്നിട്ട് ഇഗ്ലോ ഡേയ്സ് സ്റ്റേ ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, ഫസ്റ്റ് ടൈം on trips, tours, അത്രേ ഉള്ളൂ. അത് നമ്മുടെ ഇടുക്കി തന്നെയാ ഇത്രയും നാള് ആ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്നിട്ട് നിന്നത്. ഒരു 10 സെന്റ് സ്ഥലം ഇവിടെ മേടിച്ചോളാൻ പറ. ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ മേടിച്ചല്ലോ. ജാഫ്രിക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ അറിയാം അല്ലേ? ചുരുളി പറ. ആക്ച്വലി ഫസ്റ്റ് എനിക്ക് ഹോട്ടലില് താമസിച്ചു. ഇതാണ് നമുക്ക് ഏറ്റവും ടഫ് അല്ലേ? ആൻഡ് അപ്പോ എന്റെ അസിസ്റ്റന്റ് ഒരു അപ്പാർട്ട്മെന്റില് ഷി വാസ് സ്റ്റേയിങ്. ஸோ ஒரு நாள் ட்ராப் செய்ய போகும்போது ஐ சா தி அப்பார்ட்மெண்ட். அங்கே பார்த்தா அந்த டேம், ஒரு பியூட்டிஃபுல் ரிவர் அண்ட் டேம் அண்ட் ஃபுல் நேச்சர். ஸோ ஐ said I don't know what to tell. Coming here to the apartment and I shifted. So അത് ഇവരെല്ലാരെയും പറ്റിച്ചങ്ങനെ, എല്ലാരെയും പറ്റിച്ച് ഞങ്ങളെല്ലാം ആദ്യം കൊണ്ടുവന്ന് ഞാനും ഹോട്ടലിൽ പോകാറായപ്പോൾ ഞാൻ ഈ ഫ്ലാറ്റ് കണ്ട ഉഗ്ര വ്യൂ ഒക്കെ ആയിട്ട് പൊളി സ്ഥലം. അവിടെ നമ്മൾ അടുപ്പിച്ചില്ല, അവിടെ ഡയറക്ടേഴ്സ് ഞാൻ പോയില്ല. എന്നാ മാമിന് നല്ലൊരു ലൊക്കേഷൻ പേരൊന്നും ഹോട്ടലിൽ പറയണ്ട. മാമിനെങ്കിലും നല്ലൊരു ലൊക്കേഷൻ വാങ്ങിച്ചു കൊടുക്കൂ. ചുരുളി സിനിമ കഴിഞ്ഞപ്പോ ഏതോ ഒരു ലൊക്കേഷൻ നമ്മൾ വാങ്ങിച്ചില്ലായിരുന്നു അതുപോലെ? അതിന്റെ സൈഡ് ഞാൻ ആക്ച്വലി എൻക്വയറി ചെയ്ത് ഈ ഫ്ലാറ്റിന്റെ വില എന്താ, എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എല്ലാം ചോദിച്ചത്. അത് എല്ലാം മുൻകൈ എടുത്ത് ജാഫ്രിക്ക ചെയ്തു തരുന്നതായിരിക്കും. ഇടുക്കി തന്നെ സെറ്റ് ആക്കി. അപ്പൊ അതെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്, ഇന്നത്തെ വിഷയം നല്ല രസമുണ്ട് കേട്ടോ. ഇവരോട് പക്ഷേ സമയമില്ല. ഓക്കെ, അല്ല എനിക്ക് സമയമില്ല, നിങ്ങൾക്ക് സമയമില്ലെന്ന് പറഞ്ഞു. എനിക്ക് കുറെ സമയമുണ്ട്. അപ്പൊ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുവാണ്. കണക്കിന്റെ സമയപാഠത്തിന്റെ അല്ല, ഇതെന്റെ സ്വന്തം ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇപ്പോ ജാഫ്രിക്ക ചുരുളി എന്നൊക്കെ പറയുന്നത് ഭയങ്കര വ്യത്യാസമുള്ള ഒരു സിനിമയാണ്. നമ്മൾ നോർമലി പോകുന്ന സിനിമയിൽ നിന്ന് ഭയങ്കര വ്യത്യാസമുള്ളൊരു സിനിമയാണ്. അപ്പൊ ആ സിനിമയിൽ ജാഫ്രിക്ക ധൈര്യപൂർവ്വം വന്ന് ഭയങ്കര വെടിക്കെട്ടായിട്ടൊരു ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മാർക്കോ റീസെന്റ് ഇറങ്ങിയല്ലോ. മാർക്കോയിലും ഇതുപോലെ ഭയങ്കര വ്യത്യസ്തത മലയാളികൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര ഒരു വയലൻസ് കുറെ അധികം ആൾക്കാർ കയ്യടിയോടെ സ്വീകരിച്ചു. നാളെ ജാഫ്രിക്കയ്ക്ക് മാർക്കോ പോലൊരു എക്സ്ട്രീം വയലൻസ് മൂവിയിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ, നല്ലൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ജാഫ്രിക്ക അത് സ്വീകരിക്കുമോ? എനിക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും സ്വീകരിക്കത്തില്ല. അതായത് സിനിമാ സംബന്ധമായിട്ട് മനുഷ്യർക്ക് കാണാൻ കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു കഥയും കാര്യങ്ങളും ഒക്കെയാണ്, അതിൻ്റെ സീനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് എന്താണ് ഞാൻ ചെയ്യുക. എൻ്റെ തൊഴിലിതാണ്, എൻ്റെ ജോലി ഇതല്ലേ. അല്ല ഞാൻ ഇന്ന പടം ചെയ്യുള്ളൂ, ഇന്ന ആളുടെ പടം എടുത്ത് എൻ്റെ വാപ്പ കോടീശ്വരനായിരിക്കും. അപ്പൊ ഇതുകൊണ്ട് ജീവിച്ചു വേണം. അപ്പൊ ഏത് പടവും ചെയ്യും, മനസ്സിലല്ലേ? എന്ത് വന്നാലും ചെയ്യും. മനുഷ്യർക്ക് കാണാൻ കൊള്ളാവുന്ന, കണ്ടിരിക്കാൻ പറ്റുന്ന സമാധാനം അത് വേണം. അല്ലാതെ ഇപ്പൊ കാണാൻ സംഭവം കൊണ്ടൊന്നും ഞാൻ ചെയ്യൂല. സിനിമ ഇസിക്കൽ ടു ആസ്വദിക്കാൻ എന്നുള്ളത് കൂടെ ഉണ്ടല്ലോ അല്ലെ? സിനിമ എല്ലാം നല്ലതല്ലേ, എല്ലാവരും നല്ല സിനിമ ചെയ്യുള്ളൂ, ആരും മോശം സിനിമ ചെയ്യുന്നില്ല. പിന്നെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും ആൾക്കാരെ കണ്ടു കഴിയുമ്പോഴത്തേനും നല്ലതും പറയും മോശം പറയും, രണ്ടഭിപ്രായം നമ്മൾ കേൾക്കാന്നുള്ളൂ. നമ്മൾ എല്ലാം ദൈവത്തെ സമർപ്പിക്കാന്നുള്ളൂ. അതല്ല നമ്മൾ ഈ പടം തുടങ്ങുന്നതിന് മുമ്പ് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദൈവവിശ്വാസത്തോടു കൂടി എല്ലാവരും ചെയ്യുന്നത്. ദൈവം കുറിക്കപ്പെട്ടല്ലോ വിധിക്കപ്പെടുള്ളൂ. പിന്നെ അല്ല വേറെ എന്നാ. ഇപ്പൊ ഞങ്ങളുടെ ഈ പടത്തിനെ കുറിച്ച് പറ, അതൊന്ന് വിജയിപ്പിക്കാനുള്ള പരിപാടിയുണ്ട്. കുടുംബസമേതം കാണാൻ പറ്റിയ ഒരു പടമാണ് അത്. ഒരു ഇതുമില്ല, ചെന്ന് കയറിയിരുന്ന് കണ്ടെച്ചാൽ അത് ഒരു അനർത്ഥം ഒന്നും ഇല്ലാത്ത ഒരു പടം, നല്ലൊരു പടമാണ്. ഗോപി സുന്ദർ സാർ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ പാട്ട് പാടിയിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ടച്ച് ഉണ്ടായിരുന്നു പല പാട്ട് വരികൾക്കൊക്കെ. അപ്പൊ നമ്മുടെ ഇമോഷണൽ ജേർണി ആണെന്ന് കൂടെ വിചാരിക്കാൻ അറിയാൻ പാടില്ല. ഒന്നും പറയത്തില്ല, ചോദിച്ചിട്ട് കാര്യമില്ല. ഇത് ഇവരൊരു ഡ്രാമ തന്നെയാണ് പടം, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഡ്രാമയാണ്. അതിനായിരിക്കും അതിന്റെ ഹൈലൈറ്റ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് എക്സൈറ്റ്മെന്റ് കുറക്കായിരുന്നു. ഇപ്പൊ ഒന്നും വിട്ടു പറയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് കൂടിയിട്ടേ ഉള്ളൂ.
മാത്രമല്ല നിങ്ങളുടെ കോമ്പിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഭയങ്കര വലിയ പ്രതീക്ഷയിലാണ്. ഞങ്ങൾക്ക് 2 കൈ നീട്ടി സ്വീകരിക്കാൻ വളരെ വലിയ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. അടിപൊളിയാകട്ടെ എന്ന് പറയുന്ന മൂവി. ഇത്രേ സമയം എൻ്റെ കൂടെ വന്ന് സന്തോഷത്തോടെ ഇവിടെ ഇരുന്ന് എല്ലാ വിശേഷങ്ങളും, അതിലുപരി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കുറേ വിശേഷങ്ങൾ കേൾക്കാൻ പറ്റി, മാമിന്റെ ഒത്തിരി കാര്യങ്ങൾ കേൾക്കാൻ പറ്റി. ഒത്തിരി സന്തോഷം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ പ്രേക്ഷകർക്ക് ഒരുപാട് നിങ്ങൾ എന്റർടൈൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നന്ദി. താങ്ക് യു. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതിന്റെ പൈസ കിട്ടി കഴിയുമ്പോൾ കീറാത്തൊരു പാൻറ് മേടിച്ചിട്ടുണ്ടോ? അയ്യോ ഇത്